നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെ ആകാശത്തും കരയിലും കടലിലും എന്തിന് ഭൂമിക്കടിയിലും ജീവിക്കാൻ അനുവദിക്കില്ല, പൂർണ്ണമായും തകർത്തരിപ്പണമാക്കുമെന്ന ദൃഢനിശ്ചയവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇറാന്റെ ആണവായുധ വികസന ശേഷി തടയുന്നതിനായി ഇസ്രായേൽ വ്യോമസേന നടത്തിയ തുടർച്ചയായ ആക്രമണത്തിൽ ടെഹ്റാന് സമീപമുള്ള തലേഗൻ കോമ്പൗണ്ട് ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ട്. കൃത്യമായ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നിർണായക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇറാൻ ഭരണകൂടം തലേഗാൻ കോമ്പൗണ്ട് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ടെഹ്റാന്റെ തെക്കുകിഴക്കായി പാർച്ചിലുള്ള ഒരു കേന്ദ്രത്തെയാണ് തലേഗാൻ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് രഹസ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഇത്. 2024 ഒക്ടോബറിലും ഇസ്രായേൽ ഇവിടം ആക്രമിച്ചിരുന്നു. അതിനുശേഷം ഇറാൻ ഇവിടം പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നാണ് ആരോപണം. സമീപകാല ആക്രമണം ഇറാൻ ഭീകര ഭരണകൂടത്തിന്റെ ആണവ അഭിലാഷങ്ങൾക്ക് കൂടുതൽ നാശം വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തന പരമ്പരയുടെ ഭാഗമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. 30,000 പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ആണവ കേന്ദ്രം ആക്രമിച്ചത് എന്നാണ് സൂചന. ഇവിടെ ഉണ്ടായ ആക്രമണങ്ങളുടെ ആഘാതം ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. കേന്ദ്രത്തെ സംരക്ഷിക്കുന്ന കോൺക്രീറ്റ് ഷെല്ലിൽ 3 വലിയ ദ്വാരങ്ങൾ ദൃശ്യമാണ്. സംരക്ഷണത്തിനായി തലേഗാൻ കോമ്പൗണ്ട് സമീപ മാസങ്ങളിൽ മണ്ണിനടിയിലായതിനാൽ ഇസ്രായേൽ ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ വരുമെന്ന നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. 30,000 LBGBU 57 ഇനത്തിൽപ്പെട്ട ബോംബുകളാണ് ഇസ്രായേൽ വർഷിച്ചത്. കഴിഞ്ഞ വർഷത്തെ 12 ദിവസത്തെ യുദ്ധത്തിൽ 14 എണ്ണം ഫോർഡോയിലും നദാൻസിലുമുള്ള ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. തലേഗാനിൽ വരുത്തിയ നാശനഷ്ടങ്ങൾ കഴിഞ്ഞ വർഷം ഇറാന്റെ ഫോർഡോയിലും നദാൻസിലുമുള്ള ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടായ ആഘാതത്തിന് സമാനമാണ്. അതേസമയം ഇസ്രായേൽ ടെഹ്റാനിൽ ആക്രമണം തുടരുകയാണ്. ഇറാനിയൻ തലസ്ഥാനത്തെ ഭരണകൂട ലക്ഷ്യങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് വിപുലമായ വ്യോമാക്രമണമാണ് അവർ നടത്തിയത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് വ്യോമസേനയുടെ കമാൻഡ് സെന്ററുകൾ, ഇമാം ഹുസൈൻ സർവകലാശാലയിലെ ഒരു കോമ്പൗണ്ട്, IRGCയുടെ സൈനിക അക്കാദമി, മറ്റ് ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് IDF പറയുന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സേന, ബാസിജ് അർദ്ധ സൈനിക വിഭാഗം, ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം എന്നിവയും ഇസ്രായേൽ ആക്രമിച്ചു. സുരക്ഷാ സേനയിലെ നിരവധി അംഗങ്ങളും ചെക്ക് പോസ്റ്റുകൾ നിലയുറപ്പിച്ച ബാസിജ് സേനയും കൊല്ലപ്പെട്ടതായി ഇറാനും വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിലെ US സഖ്യകക്ഷികൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചു. ലോകത്തിലെ എണ്ണയുടെ 20% കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സുപ്രധാന കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ നിർബന്ധമായി അടച്ചുപൂട്ടി. ഇറാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളക്കെതിരെയും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്രായേൽ ആവർത്തിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടുള്ള സമയത്ത് എണ്ണക്കപ്പൽ ജീവനക്കാർക്ക് നേരെ പ്രകോപനപരമായ പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വരികയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കണമെന്നും ടാങ്കർ ജീവനക്കാർ അല്പം ധൈര്യം കാണിക്കണമെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. ഇറാന്റെ നാവികസേനയെ തങ്ങൾ തകർത്തു കഴിഞ്ഞെന്നും പേടിക്കാൻ ഒന്നുമില്ല എന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ US നാവികസേനയുടെ സംരക്ഷണം ടാങ്കറുകൾക്ക് നൽകണമെന്ന ഷിപ്പിംഗ് കമ്പനിയുടെ ആവശ്യം അപകട സാധ്യത മുൻനിർത്തി പെന്റഗൺ തള്ളിയിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ ഹോർമൂസ് കടലിടുക്കിലും ഒമാൻ ഉൾക്കടലിലുമായി 16ഓളം എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുകയും പല ടാങ്കറുകൾക്കും തീപിടിക്കുകയും ചെയ്തു. ആഗോള എണ്ണ വിപണിയിൽ ബാരലിന് $100 മുകളിലേക്ക് വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ടാങ്കറുകൾ അയക്കാൻ കമ്പനികൾക്ക് മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ കടലിടുക്കിലൂടെയുള്ള യാത്ര ആത്മഹത്യാപരമാണെന്നാണ് കമ്പനികളുടെ നിലപാട്. റഷ്യൻ എണ്ണ വാങ്ങാം. അതേസമയം ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ട്രംപ് ഭരണകൂടം രാജ്യങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. 2022 ഓഗസ്റ്റിന് ശേഷം ആദ്യമായി ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയതോടുകൂടിയാണ് വിപണിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്ക പുതിയ ലൈസൻസ് അനുവദിച്ചത്.
നിലവിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾ വാങ്ങുന്നതിനായി രാജ്യങ്ങൾക്ക് താൽക്കാലിക അനുമതി നൽകുകയാണ് എന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റൺ അറിയിച്ചു. നിലവിലുള്ള എണ്ണ ലഭ്യത ഉറപ്പാക്കാനായി എടുത്ത ഹ്രസ്വകാല നടപടി മാത്രമാണിതെന്ന് ട്രഷറി വകുപ്പ് വ്യക്തമാക്കി. മാർച്ച് 12-നകം കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ അസംസ്കൃത എണ്ണയ്ക്കോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കോ മാത്രമാണ് ഈ ഇളവ് ബാധകമാവുക. ഏപ്രിൽ 11 വരെയാണ് ഈ ലൈസൻസിന്റെ കാലാവധി. ഖനനവേളയിൽ ഈടാക്കുന്ന നികുതിയിലൂടെയാണ് റഷ്യൻ സർക്കാരിന് പ്രധാന വരുമാനം ലഭിക്കുന്നത് എന്ന്. അതിനാൽ കടലിൽ എത്തിക്കഴിഞ്ഞ ഈ എണ്ണ വിറ്റഴിക്കുന്നത് റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകില്ലെന്നും ഈ സ്കോട്ട് ബെസന്റ് അവകാശപ്പെടുകയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാകുന്നു.